EMI അടക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഹോം ലോൺ, പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ ഉണ്ടോ എങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. RBIയുടെ റെപ്പോ റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നിങ്ങളുടെ EMIകളെ നേരിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബാങ്കുകൾ പലിശ നിരക്ക് പുതുക്കുമ്പോൾ പ്രധാനമായും സംഭവിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്. നിങ്ങളുടെ പ്രതിമാസ EMI തുക കൂടാം, അല്ലെങ്കിൽ EMI മാറാതെ ലോൺ കാലാവധി ടെന്യൂർ അത് നീളാനും സാധ്യതയുണ്ട്. പലരും അറിയാതെ പോകുന്ന സത്യം, നിങ്ങൾ അടയ്ക്കുന്ന തുകയിൽ ഭൂരിഭാഗവും ലോണിന്റെ മുതലിലേക്കല്ല, പ്രിൻസിപ്പളിലേക്കല്ല, പകരം പലിശയിലേക്കാണ് പോകുന്നത്. ലോൺ ബാധ്യത കുറയ്ക്കാൻ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഫ്ലോട്ടിംഗ് വേഴ്സസ് ഫിക്സഡ്, അതായത് നിങ്ങളുടെ ലോൺ ഫ്ലോട്ടിംഗ് ആണോ അതോ ഫിക്സഡ് റേറ്റ് ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുക. പലിശ കൂടുമ്പോൾ ബാങ്ക് നിങ്ങളുടെ EMI ആണോ അതോ കാലാവധിയാണോ കൂട്ടിയതെന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക. പാർട്ട് പേയ്മെന്റ് നടത്തുക. കയ്യിൽ ബോണസോ അധിക വരുമാനമോ വരുമ്പോൾ ലോണിലേക്ക് പാർട്ട് ടൈം പേയ്മെന്റ് നിങ്ങൾ നടത്തുക. ഇത് പലിശ ഭാരം വലിയ രീതിയിൽ കുറയ്ക്കും. അനാവശ്യമായ ലോണുകൾ ഒഴിവാക്കുക. ആഡംബരങ്ങൾക്കായി വ്യക്തിഗത ലോണുകളും ക്രെഡിറ്റ് കാർഡ് EMIകളും എടുക്കുന്നത് പരമാവധി കുറയ്ക്കുക. പലിശ നിരക്കുകൾ കുറയുന്ന സമയത്ത് ലോൺ റീഫിനാൻസ് ചെയ്യാനോ അല്ലെങ്കിൽ കുറഞ്ഞ പലിശയുള്ള മറ്റു ബാങ്കിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാനോ ശ്രമിക്കുക. ഇത് ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് നിങ്ങളെ സഹായിക്കും. ചുരുക്കത്തിൽ EMI എന്നത് വെറും ഒരു മാസത്തവണ മാത്രമല്ല, അത് നിങ്ങളുടെ ഭാവി സാമ്പത്തിക ഭദ്രതയെ നിശ്ചയിക്കുന്ന ഒന്നാണ്. സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക.